സ്റ്റേഷനല്ലേ? ഇത് വാസുവാണ്. നമ്മുടെ ബൽറാം സാറിനെ കുറച്ച് ഗുണ്ടകളെല്ലാം ചേർന്ന് അടിക്കുന്നു. പ്രീതി, നീ? പ്രീതി കൃഷ്ണ, കൃഷ്ണപിള്ളയുടെ മകൾ. ഓർക്കുന്നുണ്ടോ സാർ? ബാലു കരയുക? Yes. Out of shame. Because of you. ഈ നിലയിൽ അച്ഛനെ കാണുമ്പോ കുട്ടി വിഷമിക്കില്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഓ, പുവർ ഗേൾ. ആന്റി, നമ്മൾ എവിടേക്കാ പോകുന്നത്? പറയാം മോളെ. വരട്ടെ സിസ്റ്റർ. എന്തായി കാണിക്കുന്നത്? ഞാൻ ചെയ്യുന്നല്ലേ ഇതൊക്കെ? അവിടെ വെച്ചേക്കൂ. നിന്നെ കാത്താ കൊഴയും. കാലത്തെ റോഡിൽ ഹാജരാവാനാണ് കൽപ്പന. ഏതൊരു VIP കെട്ടിയെടുക്കുന്നുണ്ടെന്ന്. ചിലപ്പോ പാതിരാത്രിക്കാവും ആ നാറയുടെ എഴുന്നള്ളത്ത്. എന്നാലും പോലീസുകാരൻ പോയി കാത്തു നിൽക്കണമല്ലോ. എന്താണ് വിശേഷം? ഞാൻ ഇന്നലെ രാത്രിയിലൊരു സ്വപ്നം കണ്ടു. അതാ കാലത്ത് അമ്പലത്തിൽ പോയി തൊഴുതത്. എന്തായിരുന്നു സ്വപ്നം? ദുസ്വപ്ന. കറുത്ത് തടിച്ച കുറെ മല്ലന്മാര് തോക്കും കത്തിയും വാളും എല്ലായിട്ട് വാതിൽ ചവിട്ടി പൊളിച്ച് ഈ മുറിക്കകത്തേക്ക് വരുവാ. എന്നിട്ട് വെട്ടുന്നു, വെടിവെക്കുന്നു. നിനക്ക് എന്നെ വിളിച്ചൂടായിരുന്നു? സാറിനെ വെട്ടുന്നത്. യൂണിഫോമിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളെ ഞാൻ കരഞ്ഞു വിളിച്ചിട്ടും മിണ്ടുന്നില്ല. ചത്തുപോയി. പാവം. കളിയാക്കണ്ട. എനിക്കെന്തോ പേടി തോന്നുന്നു. ചുറ്റും ശത്രുക്കളുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവർക്ക് പോലും ഇഷ്ടമല്ല. ആളിന്റെ സ്വഭാവം കൊണ്ട് തന്നെയെന്ന് വയ്ക്ക. നമുക്ക് ഈ ജോലി വേണ്ട, ഈ പോലീസ് ഉദ്യോഗം. അത് കൊള്ളാം. മുമ്പ് നീ പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്. ഈ ബൂട്ടും പാപ്പാസും കെട്ടി കാലത്ത് മുതൽ പാതിര വരെ പണിയെടുക്കുന്ന ഒരു പോലീസുകാരന് കിട്ടുന്നതിന്റെ ഇരട്ടി റോഡ് വക്കിൽ നിന്ന് താടി പഠിക്കുന്ന അമ്പട്ടർ കിട്ടുന്നു. ആ പണിക്ക് പോകാനാണോ നീ എന്നെ ഉപദേശിക്കുന്നത്? അയ്യോ, അതല്ല. പണം ഉണ്ടാക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. അതിൽ കൂടുതൽ മനസമാധാനം വേണമെന്ന് വെച്ചിട്ടാ. ഒരു ചെറിയ വീട്, കുന്നും പുറത്തോ പുഴക്കരയിലോ. ഓലപ്പര മതി. പാടത്തോ പറമ്പത്തോ പോയി ഞാൻ പണിയെടുക്കും, വെച്ചുണ്ടാക്കും. അത് വിളമ്പിത്തരാൻ ആളുണ്ടാവണം. ഇങ്ങനെ വെട്ടും കൊലയും പേടിക്കാതെ കഴിയാലോ. എനിക്ക് അത്രേ മോഹമുള്ളൂ. മരണത്തെ അത്ര ഭയമാണോ സീതയ്ക്ക്? എനിക്കൊട്ടുമില്ല. സാറിന്റെ കാര്യത്തിലെ പേടി. അതുകൊണ്ടാ പറയണേ. വേണ്ട, നമുക്ക് ഈ ജോലി വേണ്ട. ഈ പോലീസ് ഉദ്യോഗം വിട്ടേക്കൂ. ഉണർത്തണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. മോള് കേട്ടില്ല. ബോർഡിംഗ് ഇവളെങ്ങനെ? ഞാൻ കൊണ്ടുവന്നതാ. വെക്കേഷനിൽ ഇനി അവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു സിസ്റ്റർ. എന്നിട്ട് മോൾ എൻ്റെ കൂടെ താമസിക്കും. അച്ഛൻ എന്താ പറ്റിയത്? എല്ലാം പറഞ്ഞിട്ടില്ലേ നിന്നോട്? സോറി ആന്റി. സാറിന് കൂട്ടിരിക്കാനാണെന്നും പറഞ്ഞു 3 ദിവസമായി ക്വാർട്ടേഴ്സിൽ നിന്ന് പുള്ളിക്കാരൻ പോന്നിട്ട്. ആളെവിടെ പോയി? ഉച്ച തൊട്ട് ഇങ്ങോട്ട് ഒരു ഡോക്ടറെ നേഴ്സിനെ കണ്ടിട്ടില്ല. സുധാകരൻ അന്വേഷിച്ചു പോയതാ.
എവിടെയായിരുന്നു സിസ്റ്റർ നിങ്ങൾ ഇതുവരെ? മണിക്കൂറുകളായി പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ ആളില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങളേക്ക് ഈ വേഷം കെടുത്തി കൊണ്ട് വിട്ടിരിക്കുന്നത്? ഡോക്ടർ തിയേറ്ററിലാ, ഒരു ഓപ്പറേഷൻ കേസ്. എന്റെ കാര്യം അന്വേഷിച്ചു നിങ്ങൾ? നാളെ പോവാന്ന് പറഞ്ഞു. ആന്റി എനിക്ക് വേണം. മോക്ക് തരാം. ഇത് അച്ഛനെ കൊടുക്കട്ടെ. അല്ല, സാറ് പറഞ്ഞ ബ്രാൻഡ് എവിടെയെങ്കിലും കിട്ടാനില്ലാത്തോണ്ടാ റം വാങ്ങിച്ചത്. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ഒഴിച്ചോണ്ട് പാടോ. ഈ മുറിവ് കരിഞ്ഞിട്ട് പോലെ ഇതൊക്കെ. എളുപ്പം കരിയാൻ ഞാൻ ഇതാ കഴിക്കാറ്, എന്റെ എല്ലാ മുറിവുകളും. എന്നാൽ ഇന്ന് ഇത് കുടിച്ചാ മതി. ദാ അച്ചായി അങ്കിൾ കുടിക്കുന്നു. കളിപ്പാട്ടം വാങ്ങിച്ചേരാ. അയ്യോ മോളെ, ഇത് എനിക്കല്ല, മോളുടെ അച്ഛനാ. നിങ്ങളോട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചേ പറഞ്ഞതല്ലേ ഇത് കൊണ്ടൊന്ന് കൊടുക്കരുതെന്ന്. ഞാൻ സാറിനല്ല നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്? സുധാരാ കൊണ്ടുപോയോ? അപ്പൊ ഈ ഒഴിച്ചത് അതാ കുടിച്ചോ. ഞാൻ പകലെങ്ങനെ കഴിക്കാറില്ല. അന്ന് സാറിനെ തല്ലിയൊരു കൂട്ടത്തോടെ വരുന്നുണ്ട്. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഉണ്ടല്ലോ ഭഗവാനെ ഈ തല്ലും വെടിവെപ്പും ലാത്തി ചാർജും. അരുത്, പോകരുത്. മാറ്. സുധാര, ഇവരെ നോക്കിക്കോളാം, പുറത്തേക്ക് വിടരുത്. എന്നെ ആരും നോക്കുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സാറിനോട് ഇവർക്കെന്തോ പറയാനുണ്ട്. നിങ്ങളെ തല്ലിയത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. എനിക്കറിയാം. കള്ളവാറ്റുകാരെ ഒതുക്കാൻ പോകുന്ന എക്സൈസുകാരോടൊപ്പം സഹദേവൻ അയക്കുന്ന ഗുണ്ടകളാണ് അവർ. പക്ഷേ ഈ സഹദേവൻ നിങ്ങളുടെ പാർട്ടിയുടെ കൊമ്പത്തിരിക്കുന്നവനല്ലേ? ആവക കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് പങ്കുണ്ടാവില്ല. പാർട്ടിയുടെ യുവജന വിഭാഗമാണെങ്കിലും നിങ്ങളെ നയിക്കുന്നത് കിഴവന്മാരല്ലേ? മഹത്തായ ഒരു തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഈ തത്വത്തിനും ഇല്ലടോ പഴക്കം. മുമ്പത്തെ വർഗശത്രു ജന്മി മൂരാച്ചിയും മുതലാളിത്തവുമായിരുന്നെങ്കിൽ ഇന്ന് അവരെക്കാൾ ജനങ്ങളെ ദ്രോഹിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും കള്ളക്കടത്തുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരുമാണ്. ആചാര്യൻ പുസ്തകം എഴുതുന്ന കാലത്ത് ഈ വക ഒന്നുമില്ല. അവരെ ചുരുങ്ങിയ തോതിലെന്ന് എതിർക്കാൻ ശ്രമിച്ചതിനാണ് എന്നെ അടിച്ച് ഈ കോലത്തിലാക്കിയത്. ഈ അധോലോക ശക്തിയെ നേരിടാൻ നിങ്ങളെപ്പോലെയുള്ള യുവജന സംഘടനകളോ വിപ്ലവ പാർട്ടികളോ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? ധൈര്യപ്പെട്ടിട്ടുണ്ടോ? പേടിച്ചിട്ടാവും, അല്ലെങ്കിൽ അവന്മാരെ കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്കാരും പേടിയൊന്നുമില്ല. തെറ്റ് കണ്ടാൽ ആരെ എതിർക്കും? എങ്കിലേ ഈ നാട് രക്ഷപ്പെടൂ. നിങ്ങളുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ജനങ്ങളെ ദ്രോഹിക്കുന്ന ബന്ധു സംഘടിപ്പിക്കാനും റോഡിൽ കൈകോർത്ത് പിടിച്ച് ഗതാഗതം സ്തംഭിപ്പിച്ച് നടത്തുന്ന പൊറാട്ട് നാടകത്തിൽ വേഷം കെട്ടാനും മാത്രമാകരുത്. രാജ്യത്തിന് ഗുണമുള്ള വല്ല കാര്യം ചെയ്യാൻ കൂടി ഉപയോഗിക്കണം. ക്ഷമിക്കണം, എനിക്ക് അധികം നിൽക്കാൻ വയ്യ, കാല് വേദനിക്കുന്നു. ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ? ശരി സർ, ഞങ്ങൾ ഇനിയും വരും. സന്തോഷം.